ലാൽ സലാം സഖാവേ. എന്തോ ഇരിക്ക്, അങ്ങോട്ടിരിക്കും. കേരളത്തിലെ ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭരണ നേതൃത്വം സഖാവ് വിശ്വൻ ഏറ്റെടുക്കണം. വിശ്വൻ മുഖ്യമന്ത്രിയാകണം. എന്നേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളെ പാർട്ടി നിർദ്ദേശിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വിശ്വനേക്കാൾ യോഗ്യനായ ഒരാൾ വേറെ ഇല്ല. ഈ വിജയിച്ചു നിൽക്കുമ്പോഴും പാർട്ടി ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. ചാക്ക് കെട്ടിലെ ഉരുളക്കിഴങ്ങ് പോലെ ഒന്നിച്ചു നിൽക്കുമ്പോഴും ഒരുമയില്ല. ഈ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി കുറച്ച് കമ്മ്യൂണിസ്റ്റുകളെ ഉള്ളൂ. അതിലൊരാൾ നീയാണ്. പലരും എൻ്റെ പേര് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് താനും. പക്ഷെ അത് വേണ്ട. താനിത് ഏറ്റെടുത്തേ പറ്റൂ. ഇത് പാർട്ടി തീരുമാനമാണ്. വേണു സഖാവ് മുഖ്യമന്ത്രിയാവുന്നാണ് ജനങ്ങളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത്. അതല്ലാണ്ട വന്നാല് ഗ്രൂപ്പിസാണ്, തർക്കങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങൾ അതല്ല ആഘോഷിക്കും. പിന്നെ സഖാവിലുള്ള വിശ്വാസം അത് വേറെ ആർക്കും ഇല്ലേനും. എനിക്ക് തന്നിൽ വിശ്വാസം ഉണ്ടോ? ജനങ്ങളുടെ വിശ്വാസം തേടണം. തന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ജനം തന്നെ സ്നേഹിച്ചു തുടങ്ങൂടോ. പലരും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പിന്നെ ഇപ്പൊ തന്റെ താല്പര്യം അറിയാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. പാർട്ടി പറയുന്നതങ്ങ് അനുസരിക്കുക. പാർട്ടി തന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ഇതാണ്. ഈ നാട് ജനങ്ങളുടേതാണ്. ഇതൊരു സമത്വ സുന്ദര കേരളമാക്കി അവർക്ക് തിരികെ കൊടുക്കുക. തന്റെ പഴയ ആവേശവും ദേഷ്യവും ഒന്നും ഇനി വേണ്ട. താനൊരു ഭരണാധികാരിയാണ്. ജന്മനാലുള്ളത് തൂത്താ പോവൂ സഖാവേ. സാധിക്കണം. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത് തനിക്കാണ്. തൻ്റെ തല ഒന്ന് താന്നാൽ പിന്നെ അത് പൊങ്ങലുണ്ടാവില്ല. അതുകൊണ്ട് ആ തല പൊങ്ങി തന്നെ നിൽക്കണം. തന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ പാർട്ടിക്കുണ്ടോ? ആരെയൊക്കെയാ താൻ നോവിച്ചു വിട്ടതെന്ന് തനിക്ക് തന്നെ അറിയില്ല. വമ്പന്മാർ കാത്തിരിക്കുകയാണ്. ഓരെല്ലാം വരട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. നമുക്ക് കൂടുതൽ വലിയ കോട്ടകൾ തീർക്കേണ്ടതുണ്ട്. ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കൂടുതൽ വലിയ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതും കൂടുതൽ വേഗത്തിൽ. സാധാരണക്കാരനെ രക്ഷിക്കാൻ സമയമായടോ. കണ്ണൂർ വിശ്വനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയ്ക്കുള്ള എന്റെ കർത്തവ്യങ്ങൾ ഞാൻ ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. All the best.
സാർ സ്റ്റാഫുകൾ അങ്ങേ പരിചയപ്പെടാൻ വന്നതാണ്. ആ പൂവും മാലയെല്ലാം വാങ്ങാൻ ഇഷ്ടം പോലെ സമയം കിടക്കുകയല്ലേ. ആദ്യം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ജനങ്ങളുണ്ടല്ലോ, അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുക. എന്താ അതല്ല അതിന്റെ ഒരു ശരി? ആ സഖാവേ, ഇന്ന് കുറേ പേർ വന്നിട്ടുണ്ട്. എത്ര പേരെ കാണാൻ പറ്റും? പറയാം. പാർട്ടിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട്. ഓരിങ്ങോട്ട് വിടട്ടെ? വേണ്ട. ആടെ ഇരിക്കുന്നവരിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നത് ആര് എന്ന് നോക്കിയിട്ട് വേണം അകത്തേക്ക് കടത്തിവിടാൻ. അമ്മമാര്, പ്രായം ചെന്നവര്. ഇത് ഇന്ന് മാത്രമല്ല, എന്നും. മനസ്സിലായല്ലോ? CM, എല്ലാ മന്ത്രിമാർക്കും പറയാനുള്ളത് കുറെ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലെ ജനങ്ങളെ മണ്ടന്മാരാക്കുക എന്നതിലുപരി ഇവിടെ ഒന്നും നടക്കാറുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? കേരളത്തെക്കുറിച്ച് താങ്കൾക്ക് ഒരു വിഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. എങ്കിൽ അത് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാവോ? ഇനിയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വിലയിരുത്താമല്ലോ. കഴിഞ്ഞ സർക്കാരിന്റെ പോലെ കുറെ പാടുകൾ ഉണ്ടാക്കി പോകാനല്ല ഞങ്ങളുടെ പരിപാടി. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്ന അസറ്റുകളുടെ പരമാവധി ഉപയോഗമുണ്ടാക്കാൻ അസറ്റ് യൂട്ടിലൈസേഷൻ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് അപേക്ഷ എഴുതി നൽകണം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരോ വാക്കാലുള്ള മറുപടി മാത്രമാണ് നൽകുന്നത്. ഇനി അത് പറ്റില്ല. അവരും എഴുതി തന്നെ നൽകണം. എങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് കാര്യപ്രാപ്തി ഉണ്ടാകൂ. ഗവൺമെന്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇരവേട്ടക്കാരനാകുന്ന നയമുണ്ടാകരുത്. ജനപ്രതിനിധികളുടെ സ്വകാര്യ ആശുപത്രി ചെലവ് ഇനി മുതൽ സർക്കാർ വഹിക്കില്ല. അതിനവര് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കണം. അതുമല്ലെങ്കിൽ സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. 114 സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ വെട്ടിച്ചുരുക്കി 70 എണ്ണമാക്കി മാറ്റും. കർഷകരെ അർദ്ധ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കും. സർക്കാർ പെൻഷൻ പരമാവധി 30,000-ആയി പരിമിതപ്പെടുത്തും. പരമാവധി ശമ്പളം 50,000-ആയി പരിമിതപ്പെടുത്തും. സർക്കാർ ജീവനക്കാർക്ക് 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശമ്പള വർധനവിന്റെ കൂടെ ടെസ്റ്റ് നിർബന്ധമാക്കും. വിജയിച്ചില്ലെങ്കിൽ തരം താഴ്ത്തും. 20% വെയിറ്റേജ് പബ്ലിക് ഒപ്പീനിയന് നൽകും. മന്ത്രിമാർക്ക് ആഴ്ചയിൽ ഒരു പൊതുപരിപാടി മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ഹാജര് നിർബന്ധമാക്കും. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഒരു വിഷൻ ഇല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇത് രാഷ്ട്രീയ മുതലാളിമാര് പറയുന്നത് പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അടുത്ത മാസം ഈ പറഞ്ഞതൊക്കെ നടപ്പിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഇനി മറ്റെന്തെങ്കിലും